ഐഡിയലിസം പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഓപ്ഷൻസ്: തൊഴിൽ, ആത്മീയ വികസനം, വിനോദം, സമ്പത്ത്. ഉത്തരം: ആത്മീയ വികസനം. പ്രാഗ്മാറ്റിസം പ്രാധാന്യം നൽകുന്നത് എന്തിന്? ഓപ്ഷൻസ്: സിദ്ധാന്തം, പ്രവർത്തനം, ഓർമ്മ, ശിക്ഷ. ഉത്തരം: പ്രവർത്തനം. നാച്ചുറലിസം അനുസരിച്ച് കുട്ടിക്ക് നൽകേണ്ടത് എന്താണ്? ഓപ്ഷൻസ്: ശിക്ഷ, സ്വാതന്ത്ര്യം, ഭയം, നിയന്ത്രണം. ഉത്തരം: സ്വാതന്ത്ര്യം. റിയലിസം പ്രാധാന്യം നൽകുന്ന പഠനരീതി ഏത്? ഓപ്ഷൻസ്: ലെക്ചർ മെത്തേഡ്, നിരീക്ഷണം, ആവർത്തനം, ശിക്ഷ. ഉത്തരം: നിരീക്ഷണം. ബാക്ക് ടു നേച്ചർ എന്ന ആശയം ആരുടേതാണ്? ഓപ്ഷൻസ്: ഡ്യൂയി, റൂസോ, പ്ലേറ്റോ, സ്പെൻസർ. ഉത്തരം: റൂസോ. കിൻഡർ ഗാർഡൻ സംവിധാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻസ്: മോണ്ടിസോറി, ഫ്രോബൽ, കിൽപാട്രിക്, അരിസ്റ്റോട്ടിൽ. ഉത്തരം: ഫ്രോബൽ. പ്രോജക്റ്റ് മെത്തേഡ് ബന്ധപ്പെട്ട തത്വശാസ്ത്രം ഏതാണ്? ഓപ്ഷൻസ്: ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം. ഉത്തരം: പ്രാഗ്മാറ്റിസം. മോണ്ടിസോറി രീതിയുടെ പ്രധാന സവിശേഷത എന്താണ്? ഓപ്ഷൻസ്: കർശന ശിക്ഷ, സ്വതന്ത്ര പഠനം, പരീക്ഷ, ഓർമ്മ. ഉത്തരം: സ്വതന്ത്ര പഠനം. സ്പെൻസർ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: ആത്മീയത, സാമൂഹിക കാര്യക്ഷമത, സമ്പത്ത്, വിനോദം. ഉത്തരം: സാമൂഹിക കാര്യക്ഷമത. റിയലിസം പ്രകാരം അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: ധ്യാനം, ഇന്ദ്രിയാനുഭവം, സങ്കല്പം, സ്വപ്നം. ഉത്തരം: ഇന്ദ്രിയാനുഭവം. ഐഡിയലിസം സത്യത്തെ കാണുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: താൽക്കാലികം, സ്ഥിരം, മാറ്റമുള്ളത്, അനുഭവപരമായത്. ഉത്തരം: സ്ഥിരം. പ്രാഗ്മാറ്റിസം പ്രകാരം പഠനം എങ്ങനെ വേണം? ഓപ്ഷൻസ്: നിർബന്ധിതം, പ്രവർത്തനത്തിലൂടെ, ഭയത്തോടെ, ശിക്ഷയോടെ. ഉത്തരം: പ്രവർത്തനത്തിലൂടെ. നാച്ചുറലിസം പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ രീതി ഏതാണ്? ഓപ്ഷൻസ്: അധ്യാപക കേന്ദ്രിതം, ശിശു കേന്ദ്രിതം, പരീക്ഷാ കേന്ദ്രിതം, പുസ്തക കേന്ദ്രിതം. ഉത്തരം: ശിശു കേന്ദ്രിതം. റിയലിസം പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ ഏതാണ്? ഓപ്ഷൻസ്: കവിത, ശാസ്ത്രം, സംഗീതം, സാഹിത്യം. ഉത്തരം: ശാസ്ത്രം. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം ആരുടേതാണ്? ഓപ്ഷൻസ്: പ്ലേറ്റോ, ഡ്യൂയി, റൂസോ, ഫ്രോബൽ. ഉത്തരം: ഡ്യൂയി. ഫ്രോബൽ പ്രധാനം നൽകിയ പഠനരീതി ഏതാണ്? ഓപ്ഷൻസ്: ലെക്ചർ മെത്തേഡ്, കളിയിലൂടെ, ശിക്ഷ, ആവർത്തനം. ഉത്തരം: കളിയിലൂടെ പഠനം. മോണ്ടിസോറി പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻസ്: സ്വയം പ്രവർത്തനം, ശിക്ഷ, ഭയം, പരീക്ഷ. ഉത്തരം: സ്വയം പ്രവർത്തനം. ഐഡിയലിസം അനുസരിച്ച് അധ്യാപകൻ്റെ പങ്ക് എന്താണ്? ഓപ്ഷൻസ്: നിരീക്ഷകൻ, മാർഗദർശകൻ, തൊഴിലാളി, ശിക്ഷകൻ. ഉത്തരം: മാർഗദർശകൻ. പ്രാഗ്മാറ്റിസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ത്? ഓപ്ഷൻസ്: ആത്മീയ വളർച്ച, സാമൂഹിക പുരോഗതി, വിനോദം, സമ്പത്ത്. ഉത്തരം: സാമൂഹിക പുരോഗതി. റിയലിസം പ്രകാരം അറിവിൻ്റെ ഉറവിടം എന്താണ്? ഓപ്ഷൻസ്: ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, സങ്കല്പം, സ്വപ്നം. ഉത്തരം: ഇന്ദ്രിയങ്ങൾ.
ഐഡിയലിസം പ്രകാരം യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം എന്ത്? ഓപ്ഷൻസ്: വസ്തുനിഷ്ഠം, ആത്മീയം, ഭൗതികം, സാമൂഹികം. ഉത്തരം: ആത്മീയം. റിയലിസം പ്രാധാന്യം നൽകുന്നത് ഏത് ലോകത്തെയാണ്? ഓപ്ഷൻസ്: ആശയലോകം, ആത്മീയ ലോകം, ഭൗതിക ലോകം, സങ്കല്പ ലോകം. ഉത്തരം: ഭൗതിക ലോകം. പ്രാഗ്മാറ്റിസം പ്രകാരം സത്യം എന്താണ്? ഓപ്ഷൻസ്: നിത്യവും സ്ഥിരവും, അനുഭവത്തിൽ രൂപപ്പെടുന്നത്, ദൈവികം, സങ്കല്പം. ഉത്തരം: അനുഭവത്തിൽ രൂപപ്പെടുന്നത്. നാച്ചുറലിസം പ്രകാരം വിദ്യാഭ്യാസം എങ്ങനെ വേണം? ഓപ്ഷൻസ്: നിർബന്ധിതം, പ്രകൃതിയോട് ചേർന്ന്, കർശന നിയന്ത്രണത്തോടെ, പുസ്തക കേന്ദ്രിതം. ഉത്തരം: പ്രകൃതിയോട് ചേർന്ന്. പ്ലേറ്റോ ഏത് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: റിയലിസം, ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം. ഉത്തരം: ഐഡിയലിസം. അരിസ്റ്റോട്ടിൽ ഏത് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം. ഉത്തരം: റിയലിസം. റൂസോ ഏത് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, റിയലിസം. ഉത്തരം: നാച്ചുറലിസം. ജോൺ ഡൂയി ഏത് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം. ഉത്തരം: പ്രാഗ്മാറ്റിസം. ഐഡിയലിസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻസ്: തൊഴിൽ, ആത്മസാക്ഷാത്കാരം, വിനോദം, സമ്പത്ത്. ഉത്തരം: ആത്മസാക്ഷാത്കാരം. റിയലിസം പ്രാധാന്യം നൽകുന്ന പഠന രീതി ഏതാണ്? ഓപ്ഷൻസ്: നിരീക്ഷണം, ധ്യാനം, കഥ പറച്ചിൽ, ശിക്ഷ. ശരിയുത്തരം: നിരീക്ഷണം. പ്രാഗ്മാറ്റിസം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഓപ്ഷൻസ്: പ്രവർത്തനം, സിദ്ധാന്തം, ഓർമ്മ, നിയന്ത്രണം. ശരിയുത്തരം: പ്രവർത്തനം. നാച്ചുറലിസം പ്രകാരം ശിശുവിനെ കാണേണ്ടത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: നിയന്ത്രിക്കേണ്ടത്, സ്വതന്ത്ര വ്യക്തി, ശിക്ഷിക്കേണ്ടത്, അനുസരിപ്പിക്കേണ്ടത്. ഉത്തരം: സ്വതന്ത്ര വ്യക്തി. ഐഡിയലിസം സത്യത്തെ കാണുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: താൽക്കാലികം, സ്ഥിരം, അനുഭവപരമായത്, സങ്കല്പം. ഉത്തരം: സ്ഥിരം. റിയലിസം അറിവിൻ്റെ ഉറവിടമായി കാണുന്നത് എന്താണ്? ഓപ്ഷൻസ്: ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, ദൈവം, സ്വപ്നം. ഉത്തരം: ഇന്ദ്രിയങ്ങൾ. പ്രാഗ്മാറ്റിസം പാഠ്യപദ്ധതി എങ്ങനെ ആയിരിക്കണം? ഓപ്ഷൻസ്: സ്ഥിരം, ഇളവുള്ളത്, പുസ്തക കേന്ദ്രിതം, പരീക്ഷ കേന്ദ്രിതം. ഉത്തരം: ഇളവുള്ളത്. നാച്ചുറലിസം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഓപ്ഷൻസ്: സ്വാതന്ത്ര്യം, ശിക്ഷ, നിയന്ത്രണം, ഭയം. ഉത്തരം: സ്വാതന്ത്ര്യം. ഐഡിയലിസം അധ്യാപകൻ്റെ സ്ഥാനം എന്താണ്? ഓപ്ഷൻസ്: സുഹൃത്ത്, തത്വചിന്തകൻ, നിരീക്ഷകൻ, തൊഴിലാളി. ഉത്തരം: തത്വചിന്തകൻ. റിയലിസം പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: കവിത, ശാസ്ത്രം, സംഗീതം, തത്വചിന്ത. ശരിയുത്തരം: ശാസ്ത്രം. പ്രാഗ്മാറ്റിസം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻസ്: ആത്മീയ വളർച്ച, സാമൂഹിക പുരോഗതി, സമ്പത്ത്, വിനോദം. ഉത്തരം: സാമൂഹിക പുരോഗതി. നാച്ചുറലിസം പ്രകാരം പഠനം എങ്ങനെ വേണം? ഓപ്ഷൻസ്: കർശനമായി, സ്വാഭാവികമായി, ഭയത്തോടെ, നിർബന്ധിതമായി. ഉത്തരം: സ്വാഭാവികമായി.
പ്രിയ വിദ്യാർത്ഥികളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഒരു ലൈക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ. കൂടാതെ ഇനിയും കേട്ടറ്റ് ഫിലോസഫി ക്ലാസ്സുകൾക്കും കറണ്ട് അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.